ഒരു ജന്മദിനത്തിൽ ശ്രീ ഗണേശന്റെ അമ്മ പാർവതി അദ്ദേഹത്തിന് 21 തരം രുചികരമായ ഭക്ഷണവും ധാരാളം മധുരപലഹാരങ്ങളും പാകം ചെയ്തു. ഗണേശന്റെ വലിയ വയറിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഭക്ഷണം അദ്ദേഹം കഴിച്ചു. തന്റെ മൂഷികന്റെ പുറത്തു കയറി രാത്രിയിൽ ചുറ്റിനടന്നു. പെട്ടെന്ന് ഒരു വലിയ പാമ്പിനെ കണ്ട് എലി ഇടറി. ഗണപതി നിലത്തു വീണു. അദ്ദേഹത്തിന്റെ വയറു പിളർന്നു. മധുരപലഹാരങ്ങളും മോദകവും പുറത്തേക്ക് ഒഴുകി. ഗണപതി ഭക്ഷണം വയറ്റിൽ തിരികെ വയ്ക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടപ്പോൾ ആകാശത്തിലെ ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ചന്ദ്രന്റെ ഈ അനുചിതമായ പെരുമാറ്റം ഗണേശനെ വളരെയധികം പ്രകോപിപ്പിച്ചു. കോപാകുലനായ ഗണപതി ചന്ദ്രദേവനെ ശപിച്ചു. നീ എന്നെ ഇതുപോലെ അപമാനിക്കാൻ ധൈര്യപ്പെടുന്നു. എങ്കിൽ കേൾക്കൂ, നിന്റെ വെളിച്ചത്തിന്റെ മഹത്വത്തിലും സൗന്ദര്യത്തിലും നീ അഭിമാനിക്കുന്നു. എന്നിൽ ഭൂമിയിൽ ആർക്കും നിന്നെ കാണാൻ കഴിയാത്തവണ്ണം നിന്റെ പ്രകാശം രാത്രിതോറും മങ്ങാൻ തുടങ്ങും. നിന്റെ പ്രകാശിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്ത് മങ്ങിയും ഒറ്റയ്ക്കുമായി മാറും. ശാപത്തിൽ ഭയന്ന ചന്ദ്രദേവൻ കരുണയ്ക്കായി യാചിക്കാൻ തുടങ്ങി. ഗണപതി പറഞ്ഞു, ശരി, നീ അമാവാസിയിൽ നിന്ന് പൂർണ്ണചന്ദ്രനിലേക്ക് മാറും. ചന്ദ്രദേവൻ മൗനം പാലിച്ചു. ഇത്രയും കോലാഹലങ്ങൾക്കെല്ലാം കാരണക്കാരനായ പാമ്പ് ഇപ്പോഴും അടുത്തുണ്ടായിരുന്നു. ഗണപതി അവന്റെ നേരെ തിരിഞ്ഞു അവനെ എടുത്തു. ഒഴുകിയെത്തിയ മധുരപലഹാരങ്ങളെല്ലാം അദ്ദേഹം വയറ്റിൽ തിരികെ വച്ചു. പാമ്പിനെ ഉപയോഗിച്ച് അദ്ദേഹം വയറുകെട്ടി വീട്ടിലേക്ക് മടങ്ങി.